ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുമ്പോൾ നല്ല പാൽപ്പൊടി തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ പാൽപ്പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പും 1 ടേബിൾ സ്പൂണും പാലാണ് എടുത്തിട്ടുള്ളത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകൾ പാടില്ല. പാൽപ്പൊടിയിലേക്ക് പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് മൈദ ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് മിക്സ് ആക്കാതിരുന്നാൽ മതി. ഇതിലേക്കൊരു 2 ടീസ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യ് വേണ്ട, 2 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ആ നെയ്യും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. മൈദ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ട് ഒരുപാട് തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ പാല് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സിറപ്പ് റെഡിയാക്കാനായിട്ട്. 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ 2 കപ്പ് പഞ്ചസാരയിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ ഒരു 3-4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. നമ്മളിതിലേക്കുള്ള ഗുലാബ് ജാമുനൊക്കെ ഫ്രൈ ആകുന്ന നേരത്ത് സിറപ്പ് റെഡിയായി കിട്ടും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വേണം എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ ആ മാവ് ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു ബോളാക്കി എടുക്കാം. ക്രാക്സ് ഒന്നും ഇല്ലാതെ വേണം ഇത് ബോളാക്കി ഇതുപോലെ എടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ബോളുകളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോഴപ്പോൾ ഓരോ ബോളായിട്ട് റെഡിയാക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ബോളാക്കി എടുത്താൽ മതി. അപ്പോൾ ഓരോ ബോളുകളായിട്ട് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അത് തനിയെ തന്നെ ഒന്ന് ഒരു സൈഡ് ചൂടായി കഴിയുമ്പോൾ തിരിഞ്ഞ് വീണോളും. ഇപ്പോൾ ഷുഗർ സിറപ്പിൽ ആ ഒരു പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് ബോൾസ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ തന്നെ ഫ്രൈ ആയി കിട്ടില്ല. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ബോളൊക്കെ ഇങ്ങനെ വലുതായിട്ട് വരും.
നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഈ സിറപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ അടച്ച് ഒരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. നന്നായിട്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ ഈ ബോൾസൊക്കെ ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ വരും, നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്